ഹലോ, സേ ചിയേഴ്സ്. ഇന്നൊരു അടിപൊളി എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മൾ കൈമ റൈസിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്വാദ്. പക്ഷേ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാട്ടുള്ളൂ. ഒരു വലിയ കടായിയോ പാനോ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി വലിയ കടായിയോ പാനോ കുക്കറോ തന്നെ എടുക്കണം കേട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ദം ഇതിൽ തന്നെ ചെയ്യാൻ പോണത്. നെയ്യൊന്ന് ചൂടായ ശേഷം അതിൽ കുറച്ച് ഉണക്ക മുന്തിരിങ്ങ ചേർത്തിട്ട് അതൊന്ന് വറുത്തെടുക്കണം. മുന്തിരിങ്ങ ഇതുപോലെ വീർത്ത് വരുമ്പോൾ അതിനെ കോരി മാറ്റി വയ്ക്കണം. പിന്നെ കുറച്ച് കാഷ്യൂസും ഇതുപോലെ വറുത്ത് കോരിയെടുക്കണം. എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി നീളത്തിൽ കനം കുറച്ച് മുറിച്ചതിനെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകണ വരെ വറുത്തെടുക്കണം. ഒരു മീഡിയമിൻ്റെ ലോവിൻ്റെ ഇടയിൽ ഫ്ലെയിം വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഉള്ളി ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും മിക്സിയുടെ ജാറിൽ മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 4 കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരയ്ക്കണം. ഉള്ളി ഇതുപോലെ ഒരു ഏകദേശം ബ്രൗൺ ആകുമ്പോൾ ഒന്ന് കോരിയെടുക്കണം. അത് ഇരുന്ന് കൊണ്ട് കുറച്ചുകൂടെ ക്രിസ്പായിട്ട് ഒന്നും കൂടെ ഡാർക്ക് ബ്രൗൺ ആകും. പിന്നെ ഈ കടായിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 3 വലിയ ഉള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോളൂ. വെളുത്തുള്ളി ഒരു 10 അല്ലി, 2 കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്. വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വതക്കിയെടുക്കുക. ഇതൊക്കെ ഒരുവിധം വതങ്ങിയ ശേഷം നമ്മൾ അതിലേക്ക് ഒരു കപ്പ് നിറച്ച് പുതിനയില ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും പുതിനയിലയും നന്നായി ചേർത്തിക്കോളൂ. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇനി 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല എടുത്തിരിക്കുന്നത് ഞാൻ, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് നന്നായിട്ട് വതക്കിയെടുക്കണം. ഇതിനെ ലോൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് 2 മിനിറ്റ് അടച്ച് വേവിക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഈ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടാവും. പക്ഷേ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ തീരെ ചെറിയ കഷ്ണമല്ലല്ലോ ആക്കിയിരിക്കുന്നത്. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിനെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പുഴുങ്ങി തൊലി കളഞ്ഞ മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ഞാനൊന്ന് വരഞ്ഞും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോളൂ. ഇനി മസാലയിലിട്ട് ഈ മുട്ട ഒന്ന് പുരട്ടിയെടുത്തിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കണം. ഈ മുട്ടക്കറിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നമ്മൾ എത്ര ചോറ് ഉണ്ടാക്കണോ അതനുസരിച്ചിട്ടുള്ളത് ഏകദേശം ഒരു അളവ് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. മുട്ട പൊട്ടാതെ ഒന്ന് നോക്കണം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കണം, അല്ലെങ്കിൽ അതൊരു പിരിഞ്ഞ പോലെ ഉണ്ടാകും. ഇത് 1 മിനിറ്റ് ഒന്ന് തിളച്ച ശേഷം ഇതിനെ നമ്മൾ അടച്ച് വെച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മുട്ടക്കറി റെഡിയായി. ഇനി ചോറുണ്ടാക്കാനായിട്ട് ഞാൻ നിരവറയുടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസോ പച്ചരിയോ ഒക്കെ എടുക്കാം. പക്ഷേ ഈ ജീരകശാല അരിക്ക് ഒരു പ്രത്യേക മണമാണ്. ഒരു 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഈ അരി നന്നായി കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെക്കണം. അരി കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അപ്പം തന്നെ കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ചാൽ മതി. അരിയിൽ വെള്ളം വാർന്ന് കിട്ടുന്ന സമയം കൊണ്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കണം. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. എത്ര അരി എടുക്കണോ അതിൻ്റെ ഡബിൾ വെള്ളം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, ചെറിയ കഷ്ണം മതി, ഒരു തക്കോലത്തിൻ്റെ പകുതി, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇതെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഈ നെയ്യൊക്കെ അതിൽ കോട്ട് ചെയ്തെടുക്കണം. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് ചുരുക്കിയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ വെള്ളം തിളച്ച് വരുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക, ഒരു 2-3 മിനിറ്റ് വരെ.
അരി ഉടയാതെ നോക്കണം. അതുകൊണ്ട് നമ്മളൊരു റബ്ബർ സ്പാറ്റിലയോ ഒരു സിലിക്കോൺ സ്പാറ്റിലോ വല്ലതും ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്ന്. അല്ലെങ്കിൽ പതുക്കെ ഇളക്കിയാൽ മതി. ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞു, അതിനെ നമ്മൾ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരിയിൽ ലേശം ഉപ്പ് ചേർത്തിട്ട് അതിനെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ അത് തുറക്കാൻ പാടുള്ളൂ. അപ്പോഴേക്ക് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ അടച്ച് ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് അടപ്പ് മാറ്റണം. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ചോറൊക്കെ ഒന്ന് കുഴഞ്ഞു പോകും. ഇനി നിങ്ങൾ ഏത് അരി ഉപയോഗിച്ചാലും ഇതന്നെ അളവും മെത്തേഡും. ഇനി കറുവപ്പട്ടയും ഗ്രാമ്പും അതെല്ലാം എടുത്ത് മാറ്റിക്കളയണം. അരി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടപ്പ് തുറന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അതിനെ ഈ മുട്ടക്കറിയിലേക്ക് ചേർക്കാൻ. ഇനി ഈ മുട്ടക്കറിയുടെ മുകളിൽ ഈ ചോറിനെ കുറേശ്ശായിട്ട് വതറി കൊടുക്കണം. ഈ ചോറിൻ്റെ മീതെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ്, മുന്തിരിങ്ങ, പിന്നെ പുതിന ഇല, മല്ലിയില എല്ലാം ഒന്ന് വതറി കൊടുക്കണം. ഏറ്റവും മുകളിൽ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഒന്ന് വതറി കൊടുക്കണം. കുങ്കുമപ്പൂവിനെ ഇളം ചൂടിലുള്ള പാലിൽ ഇട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് സൈഡിൽ വെക്കുക. എന്നിട്ട് അവസാനം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കേവ്ര പാനിയോ അല്ലെങ്കിൽ സാഫ്രൻ്റെ എസൻസ് കിട്ടും, അതായാലും ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അത് ഒഴിച്ചിട്ടില്ലെങ്കിലും സാരമില്ല. ഇതിനെ അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ് നമ്മളൊന്ന് ദമ്മ് കൊടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ. 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ആ കൈമ റൈസിൻ്റെ നല്ലൊരു മണം വരും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പ്ലേറ്റിംഗ് ചെയ്യുക തന്നെ. ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മട്ടില്ല. പ്ലേറ്റിംഗ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് ഉള്ളി വറുത്തത്, കുറച്ച് മുന്തിരിങ്ങയും കാഷ്യൂസും ഒക്കെ വറുത്തത് ഇട്ടിട്ട് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു മുട്ട, കുറച്ച് ബിരിയാണിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മരക്കൈയിലുകൊണ്ട് തന്നെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഉൾട്ടയാക്കണം. എന്നിട്ട് ഈ ഗ്ലാസ് ബൗളിനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് പൊക്കിയെടുക്കണം. ഇനി ആ ബിരിയാണിയിൽ തന്നെ ഒരു മുട്ടയെടുത്ത് രണ്ടായിട്ട് കീറിയിട്ട് ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സാലഡും വെച്ച് കൊടുക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ സെർവ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. ബൈ.